ഇത് ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ വീക്കാണ്. മലയാള സിനിമയില് പുതിയ ഫ്രണ്ട്ഷിപ്പിന്റെ കഥ പറഞ്ഞ മലയാള സിനിമയിലെ പുതിയ കമ്പനി സിനിമ കമ്പനി. ആൻഡ് ഇന്ന് സ്റ്റാർ ജാമിൽ കമ്പനി കൂടാൻ വന്നിരിക്കുന്നത്. ഹായ്, ദിസ് ഈസ് മമാസ് ഓൺ ക്ലബ് FM. ഹായ്, വെൽക്കം ടു ദി ഷോ. താങ്ക് യു ഷാൻ. മമാസിന്റെ സിനിമ കമ്പനി എന്താ? എന്റെ സിനിമ കമ്പനി 4 ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ സൗഹൃദം, അവരുടെ സിനിമ, അവരുടെ സ്വപ്നം, അതൊക്കെയാണ്. മമാസിന്റെ റിയൽ ലൈഫിലെ സിനിമ കമ്പനി എന്താണ്? ഞങ്ങള് ഒരു 3-4 സുഹൃത്തുക്കൾ ഇതേപോലെ ഞങ്ങളുടെ കഥ തന്നെ സിനിമയാക്കിയാലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഞങ്ങളൊരു എഴുത്തിനൊക്കെ തുടക്കം ഇട്ടിരുന്നു. ഞങ്ങൾ 4 പേര്, അതും ഇതുപോലെ ഒരു 3 ആണുങ്ങളും ഒരു പെണ്ണും ആയിരുന്നു. മമാസിന്റെ കഥയാണ് സിനിമ കമ്പനി. ആ കഥ ആ 4 പേരുടെ ആ ക്യാരക്ടേഴ്സ് മാത്രം എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ എപ്പോഴും കൗതുകമുള്ള പേരാണ്, എത്ര തവണ പറഞ്ഞാൽ അറിയാത്തതാണ്. മമാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയില്ല. ആരാണ് ഈ പേരിട്ടത്? അച്ഛൻ. എന്താണ് ഈ പേരിന്റെ അർത്ഥം? അറിയില്ല. എന്താണ് ഈ പേരിട്ടത്? അച്ഛൻ പറഞ്ഞേക്കുന്ന ഒരു കാരണം, ഒന്ന് അച്ഛന്റെ അമ്മയുടെ പേരിന്റെ അക്ഷരങ്ങൾ ഒക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് കഴിയുമ്പോ ആ പേര് വന്നു. എനിക്ക് ഈ പേര് കേൾക്കുമ്പോൾ അച്ചാർ കുപ്പി ഓർമ്മ. പേര് കിട്ടി കഴിഞ്ഞാൽ ജാതി മതവും തിരിച്ചറിയാൻ പാടില്ല എന്നുള്ളത് നിർബന്ധമൊക്കെ അന്നത്തെ കാലത്ത് അച്ഛനുണ്ടായിരുന്നു. പേര് കേട്ടാൽ ജാതി മതവും തിരിച്ചറിയാത്ത പേര് മമാസ്. യെസ്. ആൻഡ് മമാസ് ഈസ് ഹിയർ വിത്ത് മീ ഓൺ ക്ലബ് FM. സ്റ്റാർ ജാം. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ഈ സിനിമയില് മലയാള സിനിമയെ കുറ്റം പറയുന്നുണ്ട്? സിനിമയെ കുറ്റം പറയുന്നതല്ല, ഒരു സിനിമയുടെ പൊതു സ്വഭാവത്തെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. കുറ്റം പറയാന്ന് പറയാൻ പറ്റില്ല. ഈ സിനിമയില് ഞാൻ ഒന്നാമതേ വിവാദത്തിലാണ് ഷാൻ. ഇതിനിടയ്ക്ക് ഇനി കൂടുതലായിട്ട് ശരി, വിവാദത്തിൽ പെട്ടുകൊണ്ട് ഞാൻ വെറുതെ വിടുന്നു. ഫൺ. ഒരു കമ്പനി ഉണ്ടാക്കുന്ന സിനിമ, ഒരു സിനിമ കൊണ്ടുണ്ടാകുന്ന ഒരു കമ്പനി, സിനിമ കമ്പനി ഡയറക്ടേഴ്സ് ഹിയർ വിത്ത് മീ ആൻഡ് ഹി ഈസ് മമാസ്. വെൽക്കം ബാക്ക് ടു ദി ഷോ. താങ്ക് യു. ആക്ച്വലി 4 പേര് കൂടി കഴിഞ്ഞാൽ അവർ സംസാരിക്കുന്ന സിനിമ തന്നെ. 4 പേര് കൂടി കഴിഞ്ഞാൽ സംസാരിക്കാവുന്ന 2-3 വിഷയങ്ങളിലൊന്നും സിനിമയായിരിക്കും. ബാക്കി 2 വിഷയം ഏതാ? ക്രിക്കറ്റ്, പിന്നെ രാഷ്ട്രീയം, ഗേൾസ്. അത് ആണുങ്ങൾ മാത്രം കൂടുമ്പോഴല്ലേ. എല്ലാ 4 പേര് കൂടുമ്പോ സിനിമ സംസാരിക്കുമ്പോൾ മനസ്സിൽ സിനിമ ഉണ്ടാക്കണം ആശയം ഉണ്ടാവും. തീർച്ചയായിട്ടും. എല്ലാ മലയാളികൾക്കും അല്ലെങ്കിൽ എല്ലാ പ്രേക്ഷകന്റെ ഉള്ളിൽ ഒരു സിനിമാക്കാരനുണ്ട്. അതുകൊണ്ടാണ് സിനിമയെ ഇത്ര ക്രിട്ടിസൈസ് ചെയ്യുന്നതും ചില സിനിമകളോട് ഭയങ്കരമായ ദേഷ്യം പ്രകടിപ്പിക്കുന്നതും ചിലതിനോട് ഭയങ്കര സ്നേഹം പ്രകടിപ്പിക്കുന്നതും എല്ലാം പ്രേക്ഷകന്റെ ഉള്ളിലുള്ളൊരു സിനിമാക്കാരൻ പുറത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ചാടുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും നല്ല ക്രിട്ടിക് മലയാളിയാണോ സിനിമയുടെ? അങ്ങനെ പറയാൻ വയ്യ. അല്ല, അങ്ങനെ ഒരു മലയാളികൾ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗത്തിന് അങ്ങനെ ക്രിട്ടിക്കായിട്ട് തരംതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, അങ്ങനെ പറയാറുണ്ട്. മലയാളികളാണ് അസലായിട്ട് സിനിമ ആസ്വദിക്കുന്നവരാണ്, മലയാളത്തിലാണ് ഏറ്റവും നല്ല സിനിമ ഉണ്ടാവുന്നത്. മലയാളത്തിലാണ് ഏറ്റവും നല്ല സിനിമ ഉണ്ടാകുന്നതിനോടും എനിക്കിപ്പോ യോജിപ്പില്ല. ഇങ്ങനെയൊക്കെ ഈയിടെയായിട്ട് മലയാള സിനിമയിൽ നല്ല സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതല്ലാതെ മലയാളത്തിലല്ല ഏറ്റവും കൂടുതൽ നല്ല സിനിമകൾ ഇറങ്ങും. തമിഴിലും ഹിന്ദിയിലും ഒക്കെ എത്രയോ നല്ല സിനിമകൾ ഇറങ്ങുന്നു. മലയാളികളുടെ വിമർശനത്തിന്റെ പ്രത്യേകതയും മോശം കാര്യങ്ങളാണ്. ഇപ്പൊ പൊതുവെ കണ്ടുവരുന്ന ഒരു സ്വഭാവം, എത്ര നല്ല പടമാണെങ്കിലും നമ്മൾ പറഞ്ഞ കുഴപ്പമില്ല, ഈ കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നത് തന്നെ ഒരു നെഗറ്റീവ് കാര്യമാണ്. അത് തന്നെ കുഴപ്പമാണ്. കുഴപ്പമില്ല എന്നല്ലല്ലോ, നമുക്ക് ഒരാളെ അംഗീകരിക്കാൻ മടിയാണ്. നല്ല പടമാണെങ്കിൽ നല്ല പടം എന്ന് പറഞ്ഞാൽ പോരെ. എങ്ങനെയാണ് പടം? നല്ല സൂപ്പർ പടം എന്ന് പറഞ്ഞാൽ മതി, അതൊക്കെ. അതല്ലാതെ കുഴപ്പമില്ല, കണ്ടിരിക്കാം എന്നൊക്കെയുള്ള കമന്റ്സ് ഒക്കെയാണ് വരിക. പിന്നെ എല്ലാം ആദ്യം ഒന്ന് മോശമെന്നേ പറയുള്ളൂ, അതിനുശേഷം പിന്നീട് ആൾക്കാർ ബാക്കിയുള്ളവരും കൂടെ കാണുമ്പോഴാണ് ഇതിന്റെ നല്ല വശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഒരു മലയാളി ഡയറക്ടർ മലയാളി ഓഡിയൻസിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട 2-3 കാര്യങ്ങൾ എന്തൊക്കെയാ? ഏത് സമയത്തും കൂല് വരാം. അതായത് കൂകാൻ കാരണമൊന്നും വേണമെന്നില്ല. സെന്റിമെന്റൽ ആയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ സംഭവം, ഒരു ഹീറോയിന്റെ കണ്ണ് നിറഞ്ഞ അപ്പൊ കൂലാണ്. കുഴപ്പമാണ്, കാണുന്നവന്റെ കുഴപ്പമാണോ എടുക്കുന്നവന്റെ കുഴപ്പമാണോ? ആൾക്കാരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാര്യം, ആൾക്കാർക്ക് ഇങ്ങനെ എന്റർടൈൻ ചെയ്ത് പോകണം, അത്രേ ഉള്ളൂ. അതായത് തമാശകളും രസിച്ചങ്ങ് പോകണം. അതല്ലാതെ അതിനകത്ത് വേറൊരു കഴമ്പ് അങ്ങനെയുള്ള കാര്യത്തിലേക്കൊന്നും ആൾക്കാരും ബോധപ്പെടല്ല. ഡയറക്ടർ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൂക്ക് എപ്പോ വേണമെങ്കിൽ കിട്ടാം. പിന്നെ രണ്ടാമത് പ്രതീക്ഷിക്കാവുന്ന കാര്യം, നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തൊന്നും ആയിരിക്കില്ല ആൾക്കാർ കൈയടിക്കുക, നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തായിരിക്കില്ല ആൾക്കാർ കരയുക. അത്രയും പടത്തിനെ നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഇറക്കുന്ന പടം എല്ലാം സൂപ്പർ ഹിറ്റ് ആണ്. അങ്ങനെയല്ലല്ലോ. ഫൺ. സിനിമ കമ്പനി എന്നുള്ള സിനിമയിലെ സീൻസിനെ കുറിച്ചാണ് എന്റെ ക്വസ്റ്റ്യൻസ്. ആൻഡ് ഈ ഫിലിമിനകത്ത് ഒരു പയ്യൻ ഇൻഷുറൻസിന്റെ പുറകിൽ ഓടി നടക്കുകയാണ്, പക്ഷെ അവന്റെ ആശ ആക്ടർ ആവണമെന്നാണ്. റിയൽ ലൈഫിൽ അങ്ങനെയുള്ള ആൾക്കാരെ അറിയാം. സിനിമയുടെ 2 കാര്യങ്ങളാണ്, പണം, പ്രശസ്തി, പിന്നെ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ. ആ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒക്കെ ആകുമ്പോഴാണ് ആൾക്കാർക്ക് ഭയങ്കര ഹാപ്പിയാണ്. ചെയ്യുന്ന ഒന്ന്, ആശ മറ്റൊന്ന്, ഇത്തരം ആൾക്കാരുടെ കഥ. അയ്യോ, എനിക്ക് എത്രയോ മെയിൽസ് വരാറുണ്ട്, എത്രയോ ഫേസ്ബുക്കിലായാലും. സാർ, എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് സിനിമയാണ് ഭയങ്കര. അപ്പം സിനിമാ കമ്പനിയുടെ ഓഡിഷൻ നടത്തിയപ്പോൾ എത്രയോ പേർക്ക് അവസരം കൊടുത്തു. 9 പേരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമ അടുത്ത കാലത്ത് മലയാളത്തിൽ ഉണ്ടായിട്ടില്ല, പുതുമുഖങ്ങളെ. അപ്പൊ അത്രയും ഒരു റിസ്ക് എടുത്തൊരു പടം ചെയ്യുമ്പോൾ എന്നിട്ടും ആൾക്കാർ ചോദിക്കുന്നത് നമുക്കൊക്കെ എന്താ ചാൻസ് തരാത്തതെന്ന്. ഇത് നമ്മുടെ ജോലി ഇത് മാത്രമല്ലല്ലോ, പരമാവധി ആളുകളെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതാ എനിക്ക് ചോദിക്കാനുള്ളത്, എന്താ എനിക്ക് ചാൻസ് തന്നില്ല? ഷാൻ ഇത്ര ലുക്ക് വേണ്ട പടത്തിൽ, അതാണ്.
But tell me, ചെയ്യുന്ന ഒന്നും ആശ മറ്റൊന്നും. ഇങ്ങനെയുള്ള ആൾക്കാരോട് മമാസിന് എന്താ പറയാനുള്ളത്? ആശ സിനിമയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്കും അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പരമാവധി ശ്രദ്ധിച്ചത് അതിലേക്കുള്ളൊരു വഴി എന്നുള്ള രീതിയിൽ ആ ചെയ്യുന്ന ജോലിയെ കാണാനായിട്ട് പരമാവധി ശ്രദ്ധിച്ചായിരുന്നു. ജയറാമേട്ട ഒരു പടത്തിൽ പറഞ്ഞാൽ അതിലൂടെ കയറിക്കോളാന്ന് പറയില്ലേ, അതേപോലെ തന്നെ ഞാൻ ചെയ്തിരുന്ന ജോലി അനിമേറ്റർ ആയിരുന്നു. അപ്പൊ അനിമേഷൻ സിനിമയായിട്ട് കുറച്ചൊക്കെ ബന്ധമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ആ വഴിക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നാൽ മതി. നമ്മുടെ ഒരു ലക്ഷ്യബോധം സിനിമാ കമ്പനിയിൽ പറയുന്ന പോലെ ലക്ഷ്യബോധം ഉറച്ചതായാൽ മതി. നമുക്ക് എന്തൊക്കെയായാലും നമ്മൾ അതിനകത്തേക്ക് എത്തിപ്പെടാൻ പറ്റും. സിനിമാ കമ്പനിയിൽ വേറൊരു സാധനമുണ്ട്. ഓർക്കാപ്പുറത്ത് നമ്മൾ ഇരിക്കുമ്പോഴാണ് തലയിൽ ഡിം എന്ന് പറഞ്ഞ ബൾബ് അടിക്കുക, നമുക്കൊരു സിനിമ പിടിച്ചാലോ? അതെ, അങ്ങനെയാണോ ശരിക്കും? ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങൾക്കുണ്ടായ ചെറിയൊരു ഇൻസൾട്ടിന്റെ പേരിലാണ് അന്ന് ഞങ്ങളുടെ ടീം ഒരു സിനിമ പിടിച്ചാലോ എന്നുള്ള ആലോചനയുമായിട്ട് ഇറങ്ങിയത്. ആ ഇൻസൾട്ട് ഞാൻ പറയില്ല, റിയൽ ലൈഫിൽ പറയണ്ട, പക്ഷെ കഥ പറയണം. ഒരു സിനിമക്കാരനിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു മോശം കമന്റിൽ നിന്നാണ് തിയേറ്ററിൽ വെച്ചിട്ട് എറണാകുളത്ത് വെച്ചിട്ട് സിനിമയെ ചെറുതായിട്ട് വിമർശിച്ചപ്പോൾ അതിലൊരു സിനിമാക്കാരൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത്. പുള്ളി പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം ഒരു ഇൻസൾട്ട് ചെയ്യുന്ന പോലെ സംസാരിച്ചു. നിങ്ങളിപ്പോ ഇത്രയും വലിയ പറയുന്നുള്ളൂ, നിങ്ങളാരും സിനിമ ഒരെണ്ണം ചെയ്തൊന്നും നോക്കിയിട്ടില്ലല്ലോ, അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടൊന്നും അറിയില്ല, അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചുകൂടെ മോശമായ രീതിയിലൊക്കെ സംസാരിച്ചു. ശരിയാണ്, നമ്മളൊന്നും ചെയ്തിട്ടില്ല, എന്നാ പിന്നെ നമുക്ക് ഒരെണ്ണം ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചാലോ എന്നൊക്കെ തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ സിനിമ എടുക്കാനായിട്ടുള്ള ഇതിലേക്ക് ഇറങ്ങുന്നത്. ശരിക്കും ഇടുക്കിക്കാരനായ മമാസ് സിനിമയിലെത്തിയ കഥ ഇടുക്കിയിലെ റോഡുകൾ പോലെ തന്നെയാണ്, കല്ലും മുള്ളും നിറഞ്ഞ്. ഇടുക്കിയിലെ ഇടുങ്ങിയ വഴികൾ പോലെ കല്ലും മുള്ളും എവിടെയായിരുന്നു? ഈ നമുക്കൊരു എൻട്രി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് കിട്ടാൻ കുറച്ച് പാടാ. ഒരുപാട് സെറ്റുകളിൽ നമ്മൾ പോയിട്ടുണ്ട്, എപ്പോഴും എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഇന്ന് സ്റ്റാർ ജാം സിനിമാറ്റിക് ആണ്, കാരണം ഇന്ന് എന്റെ കൂടെയുള്ള സിനിമാ കമ്പനി ഡയറക്ടറാണ്. ഹി ഈസ് മമാസ്. ഇത് ടൺ കണക്കിന് ഫൺ. Star Jam with RJ Sean. സ്റ്റാർ ജാമിൽ എന്റെ കൂടെ ഡയറക്ടർ മമാസ്. ആൻഡ് കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ് ഇനി ക്വസ്റ്റൻ അടിച്ചു വെക്കാൻ പോണത്. ഇപ്പൊ ഇന്ത്യയുടെ ഹീറോ ആരാണ്? ഗഗൻ നരങ്ങാണോ അതോ വിരാട് കോഹ്ലിയാണോ? എല്ലാവരും കാണുന്ന, ഒരുപാട് പേര് കണ്ടു, ലോകം മൊത്തം കണ്ടു എന്നുള്ള കാര്യത്തിൽ ഗഗൻ നരംഗ്. അദ്ദേഹം നേടിയ നേട്ടം ചെറുതല്ലല്ലോ ഗഗൻ നരംഗ്. എന്തുകൊണ്ടാണ് നമുക്ക് ഒളിമ്പിക്സിൽ ഒരു മെഡൽ കിട്ടാൻ നമ്മൾ കാത്തിരിക്കുന്നു? 120 കോടി ജനം ഉണ്ടായിട്ട് നമുക്കൊരു മെഡൽ അടിക്കാൻ പറ്റും? അതൊന്നും ഇപ്പോഴും ഒരു ഉത്തരവില്ലാത്ത ചോദ്യമാണ്. കാരണം ഫുട്ബോളിൽ നമുക്ക് എന്തുകൊണ്ട് ഒരു 140 കണ്ടാണല്ലേ നമ്മുടെ റാങ്കിങ്. ഇപ്പൊ ചൈനയിലും അമേരിക്കയിലും ഒക്കെ ഓസ്ട്രേലിയയിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്, അവര് ഈ ഒളിമ്പിക്സിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിന് വേണ്ടി മാത്രം അവർക്ക് രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന ആളുകൾ നമുക്കും ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ കാണുന്നില്ല, അതിനൊരു റിസൾട്ട് കാണുന്നില്ല. പക്ഷെ അവര് ഇതിനു വേണ്ടി തന്നെ ചെറുപ്പത്തിലേ പരിശീലിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനം എന്തായാലും ഇവിടെ ഇല്ല. ഒരു നല്ല ഫുട്ബോളറെ കണ്ടെത്താൻ നമുക്ക് പറ്റുന്നില്ല. ഇത്രയും കോടി ജനങ്ങളുള്ള ഒരു സ്ഥലത്ത് നിന്ന് കളിക്കാൻ അറിയില്ലാത്തതുകൊണ്ടല്ലോ. നമ്മുടെ ഇടയിലൊക്കെ എത്രയോ മെസ്സികളുണ്ടാവും, എത്രയോ ബെക്കാമുകളുണ്ടാവും. പക്ഷെ എന്താ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഭയങ്കര കറപ്റ്റഡ് ആണ് നമ്മുടെ ഇത്തരം മേഖലകളിലൊക്കെ. ഇന്റലിജന്റ് ആയിട്ട് ഒരു ആൻസർ പറയാം. ഓക്കെ, ഒളിമ്പിക്സ് നടക്കുകയാണ്, ഞാൻ സിനിമയെ കണക്ട് ചെയ്യാണ്. സിനിമാ കമ്പനിയുടെ ഡയറക്ടർ പറയാം, സിനിമയിൽ ഒരു കര പറ്റണമെങ്കിൽ ഇതിൽ ഏതറിയണം? ഓടാൻ, ചാടാൻ, എറിയാൻ. കൊള്ളുന്നിടത്ത് എറിയാൻ അറിയുന്നവന് സിനിമയിൽ ക്ലച്ച് പിടിക്കാൻ പറ്റും. അതായത് ഇന്ന സ്ഥലത്ത് മുട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ചാൻസ് കിട്ടും, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ആ മുട്ടലിനാണല്ലോ നമ്മൾ എറിയൽ എന്ന് പറയുന്നത്. അല്ലാണ്ട് പുറകിൽ ഓടിയിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. സിനിമയിൽ ഇപ്പൊ ഒരു വലിയ ഇഷ്യൂ നടക്കുന്നുണ്ട്. സ്റ്റേറ്റ് അവാർഡ് ഡിക്ലെയർ ചെയ്തു, ആഴ്ച 2 ഞാൻ പ്രതീക്ഷിച്ച പല പടത്തിനും അവാർഡ് കിട്ടിയില്ല. ട്രാഫിക്കിനായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടുക. ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യത്തെ അവാർഡ് കംപ്ലീറ്റ് യങ്സ്റ്റേഴ്സിനായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അതിന് തന്നെ കൊടുക്കണമായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, മുമ്പ് പലപ്പോഴും മമ്മൂട്ടിക്ക് മുമ്പ് ഒരു അവാർഡ് കൊടുത്തിട്ടുള്ളതല്ല, അതുകൊണ്ട് ഇപ്രാവശ്യം കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചിട്ടുള്ള ജൂറികളാണ്. ഒരുപാട് പ്രാവശ്യം അവർക്ക് കൊടുത്താണ്, ഇനി കൊടുക്കാത്ത ഒരാൾക്ക് കൊടുക്കാന്നൊക്കെ അങ്ങനെയൊന്നും അല്ല ശരിക്കും തീരുമാനിക്കേണ്ടത് അല്ലേ. ആ വർഷം ഇറങ്ങിയ ഏറ്റവും നല്ലതാണ് അവർക്ക് തീരുമാനിക്കുക, അല്ലാണ്ട് മുമ്പ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. പക്ഷെ അങ്ങനെ തീരുമാനിക്കുന്ന ജൂറി ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷം യങ്സ്റ്റേഴ്സിന് തന്നെയായിരുന്നു കൊടുക്കേണ്ടത്. സിനിമാ കമ്പനി ഡയറക്ടേഴ്സ് മമാസ്. ടൺ കണക്കിന് ഫൺ.